2026 JEE Main Phase 1 January 23rd Shift 2 chemistry question നമുക്ക് അനലൈസ് ചെയ്യാം. ആറാമത്തെ ചോദ്യത്തിലേക്ക് നമ്മൾ നോക്കുന്നത് നോക്കിക്കേ. The question is here. Element X and Y belongs to group 15. The difference between the electronegativity values of X and phosphorus is higher than that of difference between phosphorus and Y. X and Y are respectively. അപ്പോൾ നമ്മുടെ P block elements എന്നുള്ള ചാപ്റ്റർ ആണ്. ഗ്രൂപ്പ് 15 എലമെൻസിൻ്റെ ഇലക്ട്രോനെഗറ്റിവിറ്റി എന്നുള്ള ടോപ്പിക്കിൽ നിന്നാണ് ചോദ്യം വന്നിരിക്കുന്നത്. NCERT കൊടുത്തിരിക്കുന്ന വാല്യൂസ് ജസ്റ്റ് ഒന്ന് ലിസ്റ്റ് ഔട്ട് ചെയ്യാം. നൈട്രജൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം തേർഡ് മോസ്റ്റ് ഇലക്ട്രോനെഗറ്റീവ് എലമെൻറ്റാണ്. അപ്പോൾ ഇലക്ട്രോനെഗറ്റിവിറ്റി വാല്യൂ വരിക 3 എന്നാണ് വരിക. ഓക്കെ, now ഫോസ്ഫറസ് ആകുമ്പോഴത്തേക്കും ഇലക്ട്രോനെഗറ്റിവിറ്റി പിന്നെയും കുറയും, 2.1 എന്ന് വരും. ആഴ്സനിക് ആകുമ്പോൾ അത് 2 ആകും. പിന്നെ ഉള്ളത് ആൻറ്റിമണി ആൻഡ് ബിസ്മത്ത്, അവർക്ക് ഐഡൻറ്റിക്കൽ ഇലക്ട്രോനെഗറ്റിവിറ്റിയാണ് NCERT പറയുന്നത് 1.9. ഓക്കെ, എന്നിട്ട് നമ്മളോട് പറയുന്നത് നോക്കിയേ, നമ്മൾ കമ്പയർ ചെയ്യുന്നത് ഫോസ്ഫറസ് ആയിട്ടാണ്. ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഇലക്ട്രോനെഗറ്റിവിറ്റി വാല്യൂസ് ഓഫ് എക്സ് ആൻഡ് ഫോസ്ഫറസ്, എക്സ് എന്നുള്ള എലമെൻറ്റും ഫോസ്ഫറസുമായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് ഉള്ള ഡിഫറൻസ് വൈ എന്നുള്ള എലമെൻറ്റ് ഫോസ്ഫറസായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഉള്ള ഡിഫറൻസിനേക്കാൾ വലുതാണ്. അപ്പോൾ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാം നൈട്രജനും ഫോസ്ഫറസും തമ്മിലുള്ള ഡിഫറൻസ് നിങ്ങൾ നോക്കുക. നൈട്രജനും ഫോസ്ഫറസും തമ്മിലുള്ള ഡിഫറൻസ് 0.9 ഡിഫറൻസ് ഉണ്ട്. ഫോസ്ഫറസും ആഴ്സനിക്കും തമ്മിലുള്ള ഡിഫറൻസ് 0.1 ആണ്. ഫോസ്ഫറസും ആൻറ്റിമണിയും തമ്മിലുള്ള ഡിഫറൻസ് 0.2 ആണ്. ഫോസ്ഫറസും ബിസ്മത്തും തമ്മിലുള്ള ഡിഫറൻസും 0.2 ആണ്. നമ്മൾ കമ്പയർ ചെയ്യുന്ന ഫോസ്ഫറസ് ആയിട്ടാണ്. നമ്മളോട് പറയുന്ന ഇതാണ് എക്സും ഫോസ്ഫറസും തമ്മിലുള്ള ഡിഫറൻസ്. അപ്പോൾ എക്സും ഫോസ്ഫറസും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് വൈയും ഫോസ്ഫറസും തമ്മിലുള്ള ഡിഫറൻസിനേക്കാൾ വലുതെന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് നോക്കിക്കഴിഞ്ഞാലോ, നൈട്രജൻ ആൻഡ് ആഴ്സനിക്, എക്സിന് നൈട്രജൻ കൊടുക്കാം, വൈക്ക് ആഴ്സനിക് കൊടുക്കാം, ശരിയാവുമോ നോക്കാം. എക്സ് നൈട്രജൻ ടു ഫോസ്ഫറസ് ഡിഫറൻസ് 0.9 ആണ്. യെസ്, ദിസ് ഈസ് 0.9. ആഴ്സനിക് ടു ഫോസ്ഫറസ് ഡിഫറൻസ് വരുന്നത് 0.1 ആണ്. യെസ്, 0.1. യെസ്, ഇത് മാച്ചിങ് ആണ്. യെസ്, ഓക്കെ, പെർഫെക്റ്റ്ലി മാച്ചിങ് ആണ്. നമ്മുടെ ആൻസർ ഓപ്ഷൻ ഏത് വരും? ഓപ്ഷൻ 1 വരും. 1 വിൽ ബി ദ റൈറ്റ് ആൻസർ. വേറെ ഒരു ഓപ്ഷൻ ഇവിടെ മാച്ചിങ് ആയിട്ട് വരില്ല. ഫോർ എക്സാമ്പിൾ ആഴ്സനിക് ആൻഡ് ബിസ്മത്ത്, ആഴ്സനിക്കും ബിസ്മത്തും തമ്മിലുള്ള ഡിഫറൻസ് എത്രയാണ്? ആഴ്സനിക്കും ബിസ്മത്തും തമ്മിലുള്ള ഡിഫറൻസ് 0.2 ആണ്. അല്ല, ആഴ്സനിക് ആൻഡ് ബിസ്മത്ത്. അപ്പോൾ ആഴ്സനിക്കും ഫോസ്ഫറസും തമ്മിലുള്ള ഡിഫറൻസ് എടുക്കുമ്പോൾ 0.1 വരും. പിന്നെ ബിസ്മത്തും ഫോസ്ഫറസും തമ്മിലുള്ള ഡിഫറൻസ് 0.2. 0.1 0.2വിനേക്കാൾ വലുതാണോ? അല്ല. സോ റോങ്. സിമിലർലി ബിസ്മത്ത് ആൻഡ് നൈട്രജൻ തിരിഞ്ഞുപോയി. ആഴ്സനിക് ആൻറ്റിമണിയും വരില്ല, കാരണം ആഴ്സനിക്കും ആൻറ്റിമണിയും സെയിം ചെറിയ ഡിഫറൻസേ ഉള്ളൂ എങ്കിലും ഓർഡർ നേരെ ഓപ്പോസിറ്റാണ് വരിക. അപ്പോൾ ഇവിടെ നമുക്ക് ക്ലിയർ ആയിട്ട് പറയാം നമ്മുടെ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ 1 ആയിരിക്കും. സോ ആൻസർ ഓപ്ഷൻ ഈസ് 1 കറക്റ്റ്.